സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തുടരുകയാണ്. വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ള പൊതുചർച്ചയാണ് തുടരുന്നത്. നാളെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തായിരിക്കും സമ്മേളനം പിരിയുക. നാളെ വിഴിഞ്ഞത്ത് റെഡ് വളണ്ടിയർ പരേഡും പ്രകടനവും നടക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ നൃപൻ ചക്രവർത്തി കോവളത്തെ സമ്മേളന നഗരിയിൽ നിന്നും ചേരുന്നുണ്ട്. നൃപൻ, മറ്റെല്ലാ ജില്ലാ സമ്മേളനങ്ങളും പോലെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇപ്പോൾ തുടരുന്നത്. പൊതുചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. നാളെ സമാപന സമ്മേളനം. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തലസ്ഥാന ജില്ലയിലെ സമ്മേളനത്തിൽ അതിലേറെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഭരണസിരാ കേന്ദ്രം, ഒപ്പം തന്നെ പാർട്ടിയുടെ ആസ്ഥാനം ഇരിക്കുന്ന തിരുവനന്തപുരത്താണ്. എല്ലാ ബഹുജന സംഘടനകളുടെയും സംസ്ഥാന ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലം കൂടിയാണ് സംസ്ഥാനത്തിലെ തലസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് അതിലേറെ പ്രസക്തിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ പ്രതിനിധികളുടെ പൊതുചർച്ചയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം അല്പനിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ഒരു വലിയ നിര തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. പൊതുചർച്ചയാണ് തുടരുന്നത്. ഇന്നലെ വിവിധ ഏരിയ കമ്മിറ്റികൾ അനുവദിച്ചിട്ടുള്ള സമയമുണ്ട്. ആ സമയക്രമം പാലിച്ച് ഇന്നലെ ചർച്ചകൾ ഒരു ഘട്ടം പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ആദ്യ സെഷനിൽ ഭൂരിഭാഗം ഏരിയ കമ്മിറ്റികൾ ചർച്ചയിൽ പങ്കെടുത്തു. ഉച്ചയോടുകൂടി തന്നെ ചർച്ച സംബന്ധിച്ച ഏകദേശം കമ്മിറ്റികളുടെ ചർച്ച പൂർത്തിയാക്കി. വൈകിട്ടോടുകൂടി ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഉണ്ടാവും. പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മറുപടി ജില്ലാ സെക്രട്ടറി വി ജോയി ഇന്ന് തന്നെ സമ്മേളനത്തിൽ നടത്തുമെന്നാണ്. ഒപ്പം തന്നെ മേൽക്കമ്മിറ്റിയിൽ നിന്ന്, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രധാന നേതാക്കൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള സാധ്യതയും ഇന്ന് തന്നെ സമ്മേളനത്തിലുണ്ടാകും. തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ 42,000-ലധികം വരുന്ന പാർട്ടി മെമ്പർഷിപ്പുള്ള വലിയ സംഘടനാ ബലമുള്ള പാർട്ടിയാണ് തലസ്ഥാനത്ത്. ഒപ്പം തന്നെ തലസ്ഥാനത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഏറ്റവും വലിയ തരത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ളത് LDF-ൻ്റെ പ്രതിനിധിയിലാണ്. ജില്ലാ പഞ്ചായത്ത്, ഒപ്പം തന്നെ നഗരസഭ, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ 90% വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ, അങ്ങനെ വലിയ തരത്തിലുള്ള സംഘടനാ ബലമുള്ള ഒരു പാർട്ടി കൂടിയാണ് തലസ്ഥാന ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ, തിരുത്തലുകൾ ഒക്കെ തന്നെ വേദിയായി മാറും. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും ഉദ്ഘാടന പ്രസംഗത്തിൽ MA ബേബി, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പറഞ്ഞതുപോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനവുമുണ്ട്, സ്വയം വിമർശനവുമുണ്ട്. വിമർശനത്തിനുള്ള വേദി ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ ശക്തമായ വിമർശനം ഉണ്ടാകണം എന്നതാണ്. അതുകൊണ്ട് പാർട്ടിയെ തിരുത്തുന്ന തരത്തിലുള്ള തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ തക്കതുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകാം. അതാണ് CPM-നെ സംബന്ധിച്ചുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില വലതുപക്ഷ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ എന്തോ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നത് വലിയ തെറ്റായി മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് തന്നെ വിമർശനവും സ്വയം വിമർശനമാണ്. ആ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് ഈ സമ്മേളനത്തിലും പൊതുചർച്ച തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പൊതുചർച്ച അവസാനിപ്പിച്ച് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സംഘടനാ പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിലുള്ള മറുപടി പറയും. അതിനുശേഷം നാളെ പുതിയ ജില്ലാ കമ്മിറ്റി, വരുന്ന 3 വർഷക്കാലം പാർട്ടിയെ തലസ്ഥാന ജില്ലയിൽ നയിക്കാനുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുത്തായിരിക്കും സമ്മേളനം പിരിയുക. നാളെ വൈകിട്ട് വലിയ തരത്തിലുള്ള റെഡ് വോളണ്ടിയർ മാർച്ചുണ്ട്. ആഴംകുളത്ത് നിന്ന് ആരംഭിച്ച് വിഴിഞ്ഞം ടൗൺ വരെ എത്തുന്നതാണ് റെഡ് വോളണ്ടിയർ മാർച്ച്. അതിനുശേഷം പൊതുപ്രകടനമുണ്ടാകും. പ്രകടനത്തിൽ 5 ഏരിയ കമ്മിറ്റികൾ പ്രതികരിച്ചുള്ള പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും പ്രകടനത്തിൽ പങ്കെടുക്കുക. ആ പൊതുസമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനാണ്. പൊതുസമ്മേളനത്തോടെയായിരിക്കും 3 ദിവസം നിൽക്കുന്ന സമ്മേളനം അവസാനിക്കുക. ഇപ്പോഴും പൊതുചർച്ച തുടരുകയാണ്. കാവ്യ.